ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ദൈവത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും ടൂർ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുടക്കാൻ വേണ്ടി ചന്ദ്രമതി ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം, ഞങ്ങൾ എന്താണ് പോകാൻ തീരുമാനിച്ചു, ഇനിയിപ്പം അമ്മായിമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ അടവും സൂത്രമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാം, ഞങ്ങൾ പോയി കിടന്നോട്ടെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയ്യാഴിക വരും, പല തലവേന വരും, വയറുവേന വരും, തലകറക്കം വരും, ഇതെല്ലാം വരും. ഇതിനെല്ലാം തക്കതായിട്ടുള്ള രീതിയിലുള്ള ഗുളികയും കാര്യങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊന്നും ഞങ്ങളെ പോകാൻ മുടക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് നമ്മുടെ സച്ചി. അത് കഴിഞ്ഞ് തന്നെ പറയുക നമുക്ക് പോയെന്ന് കിടക്കാന്നുള്ള രീതിയിൽ സച്ചി രേവതി വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രമതി എന്നാൽ നമുക്ക് കിടക്കാം, കിട്ടാനുള്ളത് കിട്ടിയല്ലോ, വയറ് നിറച്ച് കഴിച്ചിട്ടുമുണ്ട്, അതല്ലാതെ വേറെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് ഇവിടെ ഇരിക്കേണ്ട, ഇരുന്ന് പുഴുങ്ങണ്ട, നമുക്ക് പോകാമെന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം പിന്നെ ആ ചന്ദ്രമതിക്ക് ഇതൊക്കെ കേട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കിടക്കുന്ന സീനാണ്. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം ചന്ദ്രമതി ദേവുവിൻ്റെ അമ്മേനെ ലക്ഷ്മീനെ വിളിക്കുന്നതാണ്. അപ്പം അവിടെ ദേവു ചെറിയ രീതിയിലുള്ള കള്ളക്കളിയൊക്കെ ആയിട്ട് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമല്ലേ. അപ്പം ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ പൂവും കാര്യങ്ങളെല്ലാം കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ, മോളെ നീ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് പൂവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ശരി അമ്മേ സന്തോഷം, ഇനിയും കുറച്ച് ദിവസത്തേക്ക് ഞാൻ പോയിട്ട് വരുന്നവരെ ഇതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക്, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല, നീ പോയിട്ട് വാ എന്നുള്ള ഇതിൽ ദൈവൻ ലക്ഷ്മിയോട് പറയാം. മാത്രമല്ല മോളെ സൂക്ഷിച്ച് പോണേ, എല്ലാം ശരിയായ ഒന്ന് നോക്കണം, പിന്നെ യാത്രയൊക്കെയാണ്, അങ്ങോട്ടൊക്കെ കുന്നും ചെരുവൊക്കെയാണ്, അപ്പം വണ്ടിയൊക്കെ നന്നായിട്ട് ഓടിക്കണം എന്ന് പറയുമ്പോൾ, ഇതെന്നെ അമ്മ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളെന്നെ കുഞ്ഞു കുട്ടികളാണോ, അത് ഞങ്ങൾ പോയിട്ട് ക്ലിയർ ആയിട്ട് വരുമല്ലോ, ഒരു കുഴപ്പമില്ലാതെ വരുമല്ലോ, പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇല്ല, പിന്നെ എന്നെ നോക്കാനാണ്, കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്, പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അപ്പം അമ്മ ഇങ്ങനെ വിഷമിക്കരുത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയാണ്. ശരി അതൊക്കെ ഉണ്ടാകും മോളെന്ന് പറഞ്ഞ് വിടുവാണ്. അടുത്ത കാണിക്കുന്ന സീൻ പറയുമ്പോഴത്തേക്ക് ബാഗും പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് നമ്മുടെ സച്ചിൻ രേവതിയും വരുവാണ്. താഴെ വരുമ്പോഴത്തേക്ക് ശ്രുതി കണ്ടിട്ടുണ്ട്, ഇതന്നെടാ ഇത്രയും വലിയ ബാഗൊക്കെ, എന്നാ ഇത് പിന്നെ ഈ ടൂർ പോകാൻ ഇത്രയും വലിയ ബാഗ് എന്തിനാ, ഇത് മൂന്നാറല്ലേ പോകുന്നത്, അല്ലെ അമേരിക്കയിലൊന്നും അല്ലെന്ന് പറയാം, നീ എന്തിനാ അസൂയ ഒത്ത് പറയുന്നത്, അല്ലാതെ ഞങ്ങളിവിടെ മൂന്നാറാണല്ലോ അമേരിക്കയാണ്, അപ്പോൾ നിനക്ക് എന്താ കാര്യം, ഇത്രയും വലിയ ബാഗ് എടുക്കുന്നതിന് എന്നാ കുഴപ്പം, ഞങ്ങൾ എന്തോരം വേണം തുണി കൊണ്ടുപോകും, നിനക്ക് എന്നാ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഉടനെ രേവതി ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ മൂന്നാർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾ മൂന്നാർ കണ്ടിട്ടുണ്ടോ ചെയ്യുമ്പോഴത്തേക്ക്, ഞങ്ങൾ മൂന്നാർ പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോകുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക്, ആദ്യം പോകും, അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നൊക്കെ പറയാം. അതുകൊണ്ട് പറയാം, അമ്മ ഇവർ തന്നെ ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, ഉടനെ വരുന്ന പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കുറേ ദിവസം നിൽക്കും എന്നുള്ള രീതിയൊക്കെയാണ്. അതിനിപ്പോൾ നിനക്കെന്താടാ, ഞങ്ങൾ പോകാതിരിക്കും, പിന്നെ ഞങ്ങൾ വരാണ്ടിരിക്കും, നിനക്ക് എന്നാ കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ശ്രുതിയും കൂടെ ചേർത്താണ് വരുന്നത്. അപ്പം ഇതിനു മുമ്പ് കാണിക്കുന്ന സീനാണ്. അതായത് ശ്രുതി ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എവിടെ പോകുന്നത്, ഞങ്ങൾ രണ്ട് ഷോറൂമിൽ പോകുന്നത്. അയ്യോ രണ്ടുപേരും ഷോറൂമിൽ പോയാൽ എങ്ങനെ കാര്യം ശരിയാകുന്നത്, ഒരാൾ പോകും, കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ നിൽക്കുക, കാരണം എനിക്ക് വയ്യ, എനിക്കൊന്നാമത് നടുവേന വേദനയും കാര്യങ്ങളൊക്കെയാണ്, എനിക്ക് വയ്യ, കാരണം ശ്രുതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകുന്ന, ശ്രുതി ഇവിടെ നിൽക്കുന്ന പറയുമ്പോഴത്തേക്ക്, അമ്മയെ കുറേ കണക്കും കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നിന്നേ പറ്റുമോ എന്നുള്ള രീതിയിൽ ശ്രുതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി. അപ്പം വർഷയും ശ്രീകാന്തും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞിട്ട്, അച്ഛാ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്ന് കുറച്ച് ക്യാഷ് കൊടുക്കുന്നുണ്ട്. മോനെ ഇത് കൈവരുന്നോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക്, അച്ഛൻ എൻ്റെ ക്യാഷൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ക്യാഷ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പറയുകയാണ്, എന്തിനാ ഇതൊക്കെ തരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എടാ മോനെ നിൻ്റെ ക്യാഷ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഈ കുറച്ച് ക്യാഷ് ഇരുന്നോട്ടെ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് ക്യാഷൊക്കെ ആയിരിക്കട്ടെ, അതാണ് നിനക്ക് നല്ലത് എന്നു പറയുമ്പോൾ, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണെന്നുള്ള ഇത് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് മേടിച്ച് വെക്കുന്നുണ്ട്. ഉടനെ വർഷയും ശ്രീകാന്തും വന്ന് പറയുവാണ്, ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞ് വിഷയമാണ്. അപ്പം വർഷ പറയുന്നുണ്ട്, ചേച്ചി പോകുന്നിടത്തെല്ലാം ഉള്ള ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം എനിക്ക് അയച്ചു തരണം, കാരണം എന്ന് കഴിഞ്ഞാൽ എനിക്കത് കാണണം, നിങ്ങളുടെ ഹണിമൂണൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചെന്നൊക്കെ എനിക്ക് അറിയണ്ടേ എന്നിട്ട് പറയാം, അതൊക്കെ അയച്ചു തരാമെന്നുള്ള രീതിയിൽ രേവതിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട്
അവർ വണ്ടി യാത്ര ചെയ്യുവാണ്. വണ്ടി കയറുവാണ്, വണ്ടി കയറി പോവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ദേവുവിനാണ്. ദേവു ഒരു ഫോൺ വിളിയും ഫോണിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ലക്ഷ്മി എന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കുറച്ച് ദിവസമായിട്ട് നിനക്ക് തുടങ്ങിയിട്ട്, നീ ഈ പറയുന്ന പോലെ അല്ലല്ലോ, കാരണം എന്തോ ഒരു കള്ളക്കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ത് കള്ളക്കളിയമ്മേ? അത് ഓഫീസിലെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഇട്ട് തരുന്ന ആ കണക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ശരിയാകത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ എന്നുള്ള രീതി പറഞ്ഞുകൊണ്ട്, നീ ഇപ്പം പറയുന്നത് ശരിയാണെന്നൊക്കെ ചെയ്യും. ഞാൻ എന്നെ കള്ളത്തരം കാണിക്കും, ഞാൻ കള്ളത്തരം കാണിക്കുന്നുണ്ട്, ഞാൻ ഓഫീസിൽ ഇറങ്ങട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ തൻ്റെ സംസാരത്തിൽ അങ്ങനെ ക്ലിയറായിട്ട് സംസാരിച്ചാലും തൻ്റെ മുഖത്തിൽ ഭാവ വ്യത്യാസമൊക്കെ ലക്ഷ്മിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തോ കള്ളക്കളി ഉണ്ടെന്നൊക്കെ ചെറിയ രീതിയിലൊരു സൂചന കിട്ടുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിക്ക്. അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ വർഷയും ശ്രീകാന്തും വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ വല്ലാണ്ടൊരു സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രനോട് ചോദിക്കുക, അച്ഛൻ എന്നാ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല, അവർ പോയതിൻ്റെയാണ്, അവർ നാളെ തന്നെ അല്ല 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ വരുത്തില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശരിയാണ്, രേവതി മോളും നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും രേവതിയും സച്ചിയും ഇല്ലാത്തതിൻ്റെ ഒരു വിടവ് എനിക്ക് ഭയങ്കര തന്നെയാണ്. കാരണം അവർ രേവതി എപ്പോൾ കണ്ടാലും ഇതിലൂടെ ഓടി നടന്നും പണിയൊക്കെ ചെയ്ത് എപ്പോഴും ഒരു സാന്നിധ്യം, അവളുടെ ഒരു എനർജി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മൾക്ക് അതൊന്ന് ആസ്വദിക്കാനും അവളുള്ളത് ആ ഒരു വിടവ് ഇപ്പം ഈ കുറച്ച് ദിവസത്തെ കൊണ്ട് ഇപ്പം ആര് നികത്താന എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതായത് രേവതി ഇറങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ പോകുമ്പോഴത്തേക്ക് മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കണം, തക്ക സമയത്ത് ഫുഡ് കഴിക്കണം, മരുന്ന് കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് രേവതിനെ ആട്ടി ഓടിച്ച് വിടുന്നത്, അതായത് നീ നിൻ്റെ പണി നോക്കടി, കാരണം എനിക്ക് ഇവിടെ അദ്ദേഹത്തിനൊരു കെട്ടിയവൾ ഉള്ളതാന്നുള്ള രീതിയിൽ ചന്ദ്രമതി പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ കേട്ടിട്ട് രവീന്ദ്രൻ പറയാൻ, നീ ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവളല്ലേ ഇതൊക്കെ ചെയ്ത് തരുന്നേ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നത്. കാരണം എല്ലാ കാര്യവും അവൻ്റെ കാര്യം, അത് രവീന്ദ്രൻ്റെ കാര്യം എല്ലാം നോക്കുന്നൊരു മരുമോളെ കിട്ടിയല്ലോ, മകളെ പോലെയുള്ള ഒരു മരുമോളെ കിട്ടിയല്ലോ എന്നുള്ള ഇതൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആണ് രവീന്ദ്രൻ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുഴപ്പമില്ലാതിരുന്നോളും. വർഷയും ശ്രീകാന്തം പറയുന്നത്, അച്ഛാ ആ വിടവൊക്കെ നമുക്ക് നികത്താം, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല, നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്ന നമ്മൾ അതത് കാടിൻ്റെ അകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ അത് മഞ്ഞൊക്കെ മൂടി കാടിൻ്റെ തേയിലക്കാടിൻ്റെ അകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സച്ചിൻ്റെ രേവതിയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് വണ്ടി, എങ്ങനെയുണ്ട് ചോദിക്കും. ഈ വണ്ടി എന്തിനാണ് സച്ചിയുടെ അടുത്ത്, ഈ വണ്ടി വേണ്ടായിരുന്നല്ലോ, ഈ വണ്ടി നമ്മുടെ വണ്ടി തന്നെയല്ലേ നല്ലത്, ആ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടടി, അതാ ആ വണ്ടി വെച്ചിട്ട് ഈ വണ്ടി എടുത്തത്, ഈ വണ്ടി കുഴപ്പമൊന്നുമില്ല, നീ ഏതൊക്കെയാലും ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി തന്നെ എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോഴത്തേക്ക് അതുപോട്ടെ എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ അടിപൊളി സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേവതി ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചേട്ടാ, അല്ല സച്ചി ചോദിക്കുന്നുണ്ട്, എടി എന്നെയും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്, സച്ചേട്ടൻ എന്നും കാണുന്നില്ല, ഇതിപ്പം ഇവിടെ എന്നും കാണുന്നില്ലോ എന്നുള്ള ഇത് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, എടി നീ ഇപ്പോൾ എന്നും കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെയും കൂടെ ശ്രദ്ധിക്കുന്നത് ഹണിമൂണല്ല, നമ്മൾ രണ്ടുപേരും ആഘോഷിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിയായിട്ട് ഇതിനു മുമ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ, എടി ഞാൻ നിന്നെ കൊണ്ടുപോയിട്ടില്ലേ, കൊണ്ടുപോയിട്ടുണ്ട്, വഴക്കിട്ടിട്ട് നമ്മൾ മീൻ മാർക്കറ്റിൽ പോയായിരുന്നു പറയാം, അതില്ലാതെ അച്ചമ്മയുടെ വീട്ടിൽ പോയില്ല, അച്ചമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി, അച്ചമ്മയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എന്നാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയായിട്ട് മെരിക്കെടുക്കാൻ പോയതല്ലേ, അവിടെ എന്നിട്ട് ഞാൻ മെരിങ്ങോ, പിന്നെ മെരിങ്ങാതെ അവിടെ പോകാനാ, മെരിക്കി എടുത്ത് ഇല്ല സച്ചിയായിട്ട് തോന്നില്ല, ശരിയാ നീ എന്നെ മെരിക്കെടുത്തെന്ന് അമ്മയൊക്കെ പറയുന്നേ പറയുമ്പോഴത്തേക്ക് അതേ മെരിക്കെടുത്തു. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട്, ഇപ്പം സച്ചിയായിട്ട് വെള്ളവടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ മെരിക്കെടുക്കാൻ പറ്റാത്തുള്ളൂ എന്ന് പറഞ്ഞു, ഏതാണെന്ന് സച്ചിയാട്ടിൻ്റെ ദേഷ്യം, സച്ചിയാട്ടിൻ്റെ പിടിവാശി, അത് മെരിക്കെടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതാണോ, അതൊക്കെ മാറും എന്നൊക്കെ രീതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തന്നെ നേരെ ചെന്നിട്ടൊരു തേയിലക്കാടിൻ്റെ സൈഡിൽ നിർത്തി നമുക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഇങ്ങനെ സച്ചി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കി തേയിലക്കാട് നോക്കി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഈ രമണിയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുക. രമണിയോ, ഏത് രമണി എടി, ഈ പറയത്തില്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, പ്രകൃതി രമണീയമായുള്ള കാലാവസ്ഥ എന്നൊക്കെ പറയത്തില്ല. അതാണോ, ഞാൻ എന്താ ഇത്ര ഒരു ചളി പറഞ്ഞിട്ട് നീ ഒന്ന് ചിരിക്കാത്തത്. സച്ചിയായിട്ട് ഒന്നാമത്തെ കാര്യം, ഞാൻ അവിടുത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്, അല്ല അമ്മ ഒരു കൊണ്ടിന്ന് പൂവൊക്കെ കൊടുത്തു, പക്ഷേ അത് സ്ഥിരം അവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ പോകത്തില്ല. കസ്റ്റമർ പോകും, അത് ശരിയാ, അയ്യോ കസ്റ്റമർ പോകുമ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ പറയാം, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ ഇത്ര സന്തോഷിച്ച് ഒരു ടൂർ ആഘോഷിച്ച് വരുമ്പോഴത്തേക്കാണ് നിന്റെ തോന്നിയാസം പറയുന്നത്, എന്താടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ
അല്ല സച്ചേട്ടാ, അവർ കസ്റ്റമർ പോയാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അതല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള രീതി പറഞ്ഞത്. അത് മാത്രമല്ല, അച്ഛൻ ഫുഡ് കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്തൊക്കെയോ രീതിയിലൊരു അതൊക്കെ എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്തിനാ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നത്, ആവശ്യത്തെക്കുറിച്ച് ഇന്ന് വറീഡാകുന്നത്, അതൊക്കെ അവർ ചെയ്തോളൂ. അച്ഛനെ നോക്കാൻ വേണ്ടി വർഷയും ശ്രീകാന്തും ഉണ്ട്, പിന്നെ അമ്മയുണ്ട്, നീ അതിനെക്കുറിച്ച് ചിന്തിക്കണം, നീ ഇങ്ങോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വന്നിതൊക്കെ ആസ്വദിച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചാടും എന്ന് പറയും. പിന്നെ നമുക്കൊന്ന് റൂം എത്തിയില്ലോ എന്നൊക്കെ നേരത്തെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും റൂമിൽ പോകാൻ വേണ്ടിയാണോ എന്നൊക്കെ നിൽക്കുന്നത്. ഇവിടെ നമുക്കെല്ലാം റൂം മാത്രമല്ലല്ലോ, റൂമിൽ പോയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, ഇതെല്ലാം കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ എന്നുള്ള ഇത് പറഞ്ഞിട്ട് സച്ചി പറയുന്നുണ്ട്, ഇപ്പം നീ ഇവിടുന്ന് വന്ന് ഇത് ആസ്വദിച്ചില്ലേ, ഞാനിപ്പോൾ ഇവിടുന്ന് ഇരുന്ന് ചാടും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാം, ഇല്ല സച്ചിയുടെ ചാടല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കോർത്തിണക്കിയ ഒരു വിശേഷമാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. ഇനി വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം. ഇന്നത്തെ വീഡിയോ ഒന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.